കൂറ്റനാട് കോതച്ചിറയിൽ കനത്ത മഴയിൽ വീട് തകർന്നു വീണു. ശബ്ദം കേട്ട് ഓടിയിറങ്ങിയതിനാൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് അമ്മയും മകനും. നാഗലശ്ശേരി പഞ്ചായത്തിലെ കോതച്ചിറ പടിക്കൽഞ്ഞാലിൽ വിജയരാജന്റെ വീടാണ് പൂർണ്ണമായും തകർന്നു വീണത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയായിരുന്നു അപകടം. ഓട്ടോ തൊഴിലാളിയായ വിജയരാജന്റെ ഭാര്യയും മകനും മാത്രമാണ് അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. വൈകുന്നേരം വീടിന്റെ മേൽക്കൂരയിൽ നിന്നും ശബ്ദത്തോടെ മൺതരികൾ വീഴുന്നത് കണ്ടതോടെ ഇരുവരും അപകടം മനസ്സിലാക്കി വീടിനകത്തു നിന്നും അടുക്കളവാതിലിലൂടെ പുറത്തേക്ക് ഓടിയിറങ്ങി. ഇതേ സമയത്ത് തന്നെ വീടിന്റെ മേൽക്കൂരയും ചുമരുകളും അടങ്ങുന്ന മധ്യഭാഗം പൂർണ്ണമായും നിലംപൊത്തി. ഇന്നലെ വൈകിട്ടാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. കാരണം ഇവിടെ ഈ വീട്ടില് വിജയരാജനും അവൻ്റെ വൈഫ് കുട്ടി 3 പേരുണ്ടായിരുന്നു. തത്സമയത്ത് ഭാര്യയുള്ള മകനും മാത്രമേ റൂമിലുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഈ വലിയൊരു ശബ്ദത്തോടുകൂട്ട് ഇത് ഇടിഞ്ഞു വീണത്. അങ്ങനെ അവൻ്റെ വൈഫിനെ ഈ വിജയരാജൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ കാലിനൊരു വൈകല്യമാണ്, അസുഖ ബാധമായിട്ട്. അതങ്ങനെ കാല് വലിച്ചങ്ങനെ ഓടി പുറത്തേക്ക്. പിന്നെ മകനും ഓടി. അങ്ങനെ ഇത് ഒരു സൈഡ് മുഴുവൻ വീഴുണ്ടായിരുന്നു. ഇപ്പം ഇതിൻ്റെ പിന്നിൽ കാണുന്ന ഈ ഭാഗമാണ് വീണത്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം കഴിക്കുന്ന ഈ വിജയരാജൻ്റെ കുടുംബമാണത്. വളരെ ബുദ്ധിമുട്ടോടെയാണ് ജീവിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ നോക്കി കാണാൻ കഴിയും. ഇത് കംപ്ലീറ്റ് രാത്രി വീണു. ഇതിൻ്റെ മറ്റേ വശം അങ്ങനെ തന്നെയാണ്. ഭാഗ്യം കൊണ്ടാണ് ഇരുവരും രക്ഷപ്പെട്ടതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. വീടിന്റെ അടുക്കള ഭാഗത്തെ ചുമരും മുൻവശത്തെ ഭാഗവും മാത്രമാണ് ഇനി തകരാൻ ബാക്കിയുള്ളത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വീടിന്റെ ബാക്കി ഭാഗങ്ങളും ഏതു നിമിഷവും തകർന്നു വീഴും. നിലവിൽ വിജയരാജനും കുടുംബവും പ്രദേശത്തെ വാടക ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറി. കോതച്ചിറ പടിഞ്ഞാറ് ഭാഗത്ത് പടിഞ്ഞാട്ട് മുറിക്ക് പോകുന്ന സ്ഥലത്ത് പടിക്കലായിൽ വിജയരാജനും കുടുംബവും താമസിക്കുന്ന വീട് ഇന്നലെ വൈകിട്ടാണ് വലിയൊരു ശബ്ദത്തോടു കൂടിയിട്ട് വീണത്. അപ്പോൾ അത് നിലവിൽ അവരുടെ കുടുംബം ഇവിടെ താമസിച്ചിരുന്നു. അവരുടെ വിജയരാജൻ്റെ വൈഫും മകനും ഇരിക്കുമ്പോഴാണ് ഒരു ചെറിയ കല്ല് വീഴുകയും അവരവിടെ നിന്നാണ് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ടത്. അതുകൊണ്ട് മാത്രമാണ് അവർക്കൊന്നും സംഭവിക്കാതെ പോയത്. അപ്പോൾ എന്തായാലും ഇത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥയാണ്. ഒരു ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുള്ള ജീവനം നടത്തുന്ന ഒരാളാണ് വിജയരാജൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വരുമാനം കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. വളരെ കഷ്ടപ്പാടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വളരെ ഞങ്ങൾ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ ഭയങ്കര വിഷമമുണ്ട്. ഇപ്പോൾ പുള്ളി അവിടുന്ന് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ക്വാർട്ടേഴ്സിൽ മാറുകയാണ് ചെയ്തത്. അപ്പോൾ അടിയന്തരമായിട്ട് എന്തെങ്കിലും സഹായം കിട്ടണമെന്ന് അഭ്യർത്ഥിച്ച് വില്ലേജിലും അതുപോലെ ബന്ധപ്പെട്ട അതിൻ്റെ അതോറിറ്റികളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് വില്ലേജ് ഓഫീസർ വരികയും അതിൻ്റെ അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മറ്റു സഹായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമൊക്കെ ഞങ്ങൾ നാട്ടുകാരും അതുപോലെ തന്നെ പ്രദേശവാസികളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വളരെ പാവപ്പെട്ട കുടുംബമാണെന്ന് ഒന്നുകൂടി പറയുകയാണ്. അത് ഓട്ടോറിക്ഷ ഓടി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. വേറൊരു അനുജനും ഇവിടെ വീട്ടിൽ താമസിക്കുന്നുണ്ട്. അവിടെ ഈ സ്ഥലത്ത് തന്നെ ഇപ്പം ഈ അപകടം ഇത് വീണ സ്ഥലത്ത് തന്നെ അവിടെ ഇരിക്കുകയായിരുന്നു. ആദ്യം ചെറിയൊരു കല്ല് വീണപ്പോൾ അവർ അങ്ങോട്ട് മാറുകയുണ്ടായത്. അത് പിന്നെ വലിയൊരു ശബ്ദത്തോട് കൂടിയിട്ടാണ് ഇത് മൊത്തം എല്ലാം ഇത് കണ്ടറിയാം, എല്ലാം നിലം പൊത്തിയിട്ടുണ്ട്. 3 പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ്, ഏഷ്യൻ പെയിന്റ്സ്, ജോർഡൻ, നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം. പെയിന്റ്